ഹായ് ഫ്രണ്ട്സ്, നായര് പിടിച്ചൊരു പുലിവാല് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പഴമൊഴി. ഇപ്പൊ അതിനു പകരം സുരേഷ് ഗോപി പിടിച്ചൊരു പുലിവാല് എന്ന് മാറ്റി പറയുകയായിരിക്കും ഉത്തമം. ഈ അടുത്ത ദിവസം ഡൽഹി തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ അദ്ദേഹം പ്രസ്താവിച്ചു, ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ഉന്നത കുലജാതർ വരണം. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, താൻ മുൻപ് സഹമന്ത്രിയായിരുന്നപ്പോ തനിക്ക് ഏവിയേഷൻ വകുപ്പ് വേണ്ട, ആദിവാസി ഗോത്ര വിഭാഗം തന്നാ മതിയെന്ന് താൻ പലതവണ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം നൽകിയില്ല. പോരെ പൂരം. ഇതിപ്പോ വലിയ വിവാദമായിരിക്കുകയാണ്. ജാതി പറഞ്ഞു എന്നുള്ളതാണ് പ്രധാന ആരോപണം. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം എങ്ങനെ ഉന്നത കുലജാതനാകും? അദ്ദേഹം നായരല്ലേ. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി ജനിച്ച് ശ്രീ അയ്യപ്പ സ്വാമിക്ക് പൂജ ചെയ്യുക എന്നുള്ളതാണ്. നോക്കിയോ അദ്ദേഹത്തിന്റെ മനസ്സ് എങ്ങനെയാ പോകുന്നതെന്ന്. അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണം. ശ്രീമാൻ സുരേഷ് ഗോപിയുടെ ആഗ്രഹമാണ്, അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലെ പുഴുക്കുത്ത് ആലോചിച്ചോണം. ബ്രാഹ്മണൻ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ചാതുർവർണ്ണ്യം. നമുക്കറിയാം, ഈ ചാതുർവർണ്ണ്യവും സനാതന ധർമ്മവും ഒക്കെ പണ്ടൊരു കാലത്ത് സമൂഹത്തിലെ പ്രബലന്മാരെ ആളുകൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനായി കെട്ടിയുണ്ടാക്കിയ സംവിധാനങ്ങളാണ്. അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് കാലങ്ങളായതാണ്. പക്ഷെ ഇപ്പോഴും അതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കുകയാണ് ശക്തമായി തന്നെ. ദൈവത്തിന് അങ്ങനെ വിവേചനം വല്ലതും ഉണ്ടോ? താഴ്ന്നവന് ഉയർന്നവന് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെ. അങ്ങനെയല്ലെങ്കിൽ ആ ശക്തിയെ ദൈവം എന്ന് വിളിക്കാനാവുകയില്ല. അതെന്തോ ആവട്ടെ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് പ്രശസ്ത സംവിധായകൻ രഞ്ജി പണിക്കറിന്റെ വാക്കുകളാണ്. അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുകയുണ്ട്, ഇപ്പോഴും അത് ഫേസ്ബുക്കിൽ ലഭ്യമാണ്, മലയാളിക്ക് എന്നാ സ്വന്തം തന്തയുണ്ടായതെന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്, നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ബ്രാഹ്മണന്മാര് ചൂട്ടുമൊക്കെ കത്തിച്ച് നായർ ഭവനങ്ങളിലേക്ക് വരും, രാത്രി സേവ. നേരം വിളിക്കുമ്പോൾ എടുത്തി വെച്ച് ചൂട്ട് കത്തിച്ച് യാത്രയാകും. മക്കൾക്ക് ചെലവ് കൊടുക്കുന്നത് അമ്മാവന്മാർ, മരുമക്കത്തായം. അതിങ്ങനെ നാടിന്റെ പല ഭാഗത്തും കാണും. ഇപ്പോഴല്ല കേട്ടോ, പണ്ട്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അന്നിങ്ങനെയായിരുന്നു നമ്മുടെ സാമുദായിക സംവിധാനം എന്ന് പറയുന്നത്. അതൊക്കെ മാറിയ വിവരം ഈ സുരേഷ് ഗോപി അറിഞ്ഞില്ലേ ആവോ? ഏതാണെങ്കിലും ഈ പ്രശ്നം അത്ര നിസ്സാരമല്ല. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രസ്താവന അദ്ദേഹം പിൻവലിച്ചു. അതുകൊണ്ട് കാര്യമുണ്ടോ? പറഞ്ഞത് പറഞ്ഞെടുത്ത് തന്നെ ഇരിക്കുന്നു. ഏതാണെങ്കിലും തണ്ണാറക്കണ്ണും തന്നാലായെന്ന് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയും ഡൽഹി ഇലക്ഷനിൽ തന്റെ പങ്ക് ഭംഗിയായി തന്നെ നിർവഹിക്കുന്നു. നടക്കട്ടെ പൂരം.